ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു 4 ബെഡ്റൂമുള്ള ഒരു 2 നില വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രം കാവിൻപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇവിടെ എത്താനായിട്ട് ഒരു 12 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്താൽ ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ മെയിൻ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 250 മീറ്റർ മാത്രമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം പുളിയറക്കുളം ജംഗ്ഷൻ എല്ലാവർക്കും അറിയാം. അവിടെയാണ് നമുക്ക് ഏഷ്യനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ് വരുന്നത്. അതിൻ്റെ അടുത്താണ് നമുക്ക് കാവിൻപുറം എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ കൊണ്ട് തന്നെ നമുക്ക് ധാരാളം വീടുകൾ ചുറ്റുപാടും തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലൊക്കേഷനിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. ഫ്രണ്ടിൽ തന്നെ ടാർ ചെയ്തിട്ടുണ്ട്. ഒരു 2 കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ലൊക്കേഷനാണ് നമുക്ക് ഈ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 4,500 സെൻറ്റിൽ 2,200 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അകത്തോട്ട് പ്രവേശിച്ച് കാണാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ നമുക്കൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഏരിയയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് തുറന്ന് അകത്തോട്ട് വന്ന് 2 കാർ വരെ നമുക്ക് പാർക്കിംഗ് ചെയ്യാനുള്ള നമുക്ക് സ്പേസ് ഇവിടെ ഉണ്ട്. ഒന്ന് കവേർഡ് കാർ പാർക്കിംഗ് ആണ് വരുന്നത്. നമുക്ക് വലിയൊരു SUV പോലെ നമുക്ക് ഇതിൽ പാർക്ക് ചെയ്യാനായിട്ട് ഓപ്ഷനുണ്ട്. നമുക്ക് തറ ഫുള്ള് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമുക്കിവിടെ ഫ്രണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രിക് വണ്ടിയൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള പവേർഡ് ആയിട്ടുള്ള നമുക്ക് സ്പോട്ടൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഈ വീടിന് നമുക്ക് പൈപ്പ് കണക്ഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 12x4 ഡയമെൻഷനുള്ളൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ സ്പോട്ട് ലൈറ്റൊക്കെ സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അകത്തോട്ട് കയറി കാണാം. അപ്പോൾ ഈ സൈഡിലായിട്ട് വാൾ ടൈലാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ ഫിനിഷിലുള്ള ഒരു വാൾ ടൈലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോർ വരുന്നത്. ഈ ഡോർ ഫുള്ളും തന്നെ തേക്കിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണുന്ന ലിവിങ് ഏരിയ 20x12 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇൻറ്റീരിയറെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സീലിംഗിൽ. പിന്നെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ടൈലാണ് നമുക്ക് തറയിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു TV വരെ വയ്ക്കാൻ വേണ്ടിയുള്ള നല്ല സ്പേസ് ഉണ്ട്. ഫുള്ളും തന്നെ ബോർഡ് വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. താഴെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ്, സൈഡിലൊക്കെ നമുക്ക് ഡെക്കോർ ഐറ്റമൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള സംഭവം എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഉണ്ട്. അപ്പോൾ ഈ ഡൈനിങ് ഏരിയ വരുന്നത് നമുക്ക് 15x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ഡൈനിങ് ഏരിയ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. മുകളിലിവിടെയും നമുക്ക് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് നമുക്കിവിടെ വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് പ്ലേസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ, സ്റ്റോറേജ് സ്പേസൊക്കെ നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു 40 പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഒരു സ്ലൈഡിങ് ഡോർ പോലെ കൊടുത്തിട്ട് നമുക്ക് ഈ ഭാഗത്ത് അടച്ചൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഭാഗത്ത് നമുക്ക് കുറച്ചൊരു ഓപ്പൺ ആയിട്ട് നമുക്ക് തുറന്നിട്ടാൽ നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം നമുക്ക് ഈ ഭാഗം ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്താണ് നമുക്കിവിടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നത് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നത്. നമുക്ക് തറയിലെ ടൈല് ഗ്രിപ്പിംഗ് ടൈപ്പ് അതേപോലത്തെ ടൈല് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഫുള്ളും തന്നെ ബോർഡ് വർക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിലാണ് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊണ്ടുണ്ടോ, ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയായിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനിയും വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്താണ് നമുക്ക് ഇവിടുത്തെ സിങ്ക് വരുന്നത്. അത്യാവശ്യം നമുക്ക് ഡെപ്തുള്ള ഒരു സിങ്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് നമുക്കൊരു വർക്ക് ഏരിയയും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു സിങ്ക് വരുന്നുണ്ട്, കുറച്ച് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഫുള്ള് കവേർഡ് ആയിട്ടുള്ളതാണ് നമുക്കിവിടുത്തെ വർക്ക് ഏരിയയും വരുന്നത്. ഇനി ഈ വീടിന് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഈ ഭാഗത്താണ് ആ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ ഭാഗത്താണ് വരുന്നത്. ബാക്കി 3 ബെഡ്റൂമും നമുക്ക് മുകളിലാണ് വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ഒരു ബെഡ്റൂം വരുന്നത് നമുക്ക് 14x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്കിവിടെ സൈഡിലായിട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് അപ്പോൾ PVC പാനലാണ് നമുക്ക് ഈ ഒരു സൈഡിൽ ചെയ്തിട്ടുള്ളത്. മുകളിൽ സീലിംഗ് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടൊരു ലുക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു വാർഡ്രോബിന് കാണാൻ സാധിക്കും. ഇത് ലാമിനേറ്റ് ചെയ്തതാണ്, ബോർഡ് വർക്കിൽ നമുക്ക് ലാമിനേറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു വുഡൻ ഫിനിഷ് പോലെയൊക്കെ വരുന്ന ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. ഒരു 3 ഡോറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 3 ഡോർ ടൈപ്പാണ്. ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു മിററൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുങ്ങാനൊക്കെ ഉള്ള സ്പോട്ടൊക്കെ പോലെയൊക്കെ നമുക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കാണാം. അപ്പോൾ ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നെ നമുക്ക് നല്ല സ്പേസ് ഉള്ളതാണ്. കണ്ടോ, ധാരാളം സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു മിററും
നമുക്ക് സിങ്ക് ഒക്കെ വരുന്നുണ്ട്. തറയിൽ ഗ്രിപ്പിംഗ് ഡെയിലൊക്കെ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. നമുക്ക് ഈ കാണുന്ന സ്റ്റെയർ വഴിയാണ് പോകേണ്ടത്. തറ ഫുള്ള് നമുക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സൈഡിൽ കയറുന്ന ഹാൻഡിൽസ് സ്റ്റീലും വുഡൻ ഫിനിഷിലാണ് നമുക്കിവിടെ ഹാൻഡിൽസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മുകളിലോട്ട് കയറുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഈ ഒരു ചുമരിന് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടല്ലോ, നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പർഗോള പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് ക്ലോസ്ഡ് ആണ്, ഗ്ലാസ് ഇട്ടാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നിന്നും നമുക്കൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് നല്ലൊരു ലൈറ്റിങ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് ബാക്കി സംഭവം നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെയർ ഏരിയയാണ് നമ്മൾ മുകളിലോട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഇവിടെ നമുക്കൊരു ലിവിങ് ഏരിയ ഉണ്ട്. 22x15 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു TV യൂണിറ്റാണ് നമുക്കിവിടെ സെറ്റാക്കിയിട്ടുള്ളത്. ബാക്കി നമുക്ക് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഇരുന്ന് വേണമെങ്കിൽ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയാണ് നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഏരിയ കൊടുത്തിട്ടുള്ളതാണ്. ഇതിന് ഔട്ട് കണക്ഷന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രിസിറ്റി ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിൽ സീലിങ്ങിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ 3 ബെഡ്റൂം വരുന്നത്. 2 ബെഡ്റൂം നമ്മൾ കയറി വരുന്നത് ഈ ഭാഗത്ത്, 2 ഭാഗത്തായിട്ടും ഒരു ബെഡ്റൂം ഇവിടെയായിട്ടാണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം നമുക്കൊരു ബാൽക്കണിയോട് കൂടിയ ഒരു ബെഡ്റൂം കാണാം. ഈ ഭാഗത്ത് TV യൂണിറ്റിൻ്റെ ഈ റൈറ്റ് സൈഡിലാണ് നമുക്ക് ആദ്യത്തെ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് നമുക്ക് 16x10 ഡയമെൻഷനിലുള്ളതാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെയാണ് നമുക്ക് സീലിങ്ങിൽ ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് താഴെ കണ്ട അതേ ഒരു രീതിക്ക് തന്നെയാണ് നമുക്കിവിടെ ഫുള്ളും തന്നെ ഒരു PVC പാനലിൽ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് കണ്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വാർഡ്രോബും ഒരു വ്യത്യസ്ത ലുക്ക് തന്നെയാണ്. നമ്മൾ താഴെ കണ്ട അതിൻ്റെ വേറൊരു മോഡലാണ് കൊടുത്തിട്ടുള്ളത്. സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോർഡ് വർക്ക് വരുന്നത്. ഇവിടെ ഒരു വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അകത്ത് വരുമ്പോഴത്തേക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസും ഉണ്ട് നമുക്ക് ഈ ഒരു വാഷ്റൂം. അപ്പോൾ ഈ ഒരു ബാത്റൂം ഫുള്ളും തന്നെ നമുക്ക് നല്ല സ്പേസ് ഉണ്ട്. അവിടെ ഒരു മിറർ, സിങ്ക് വരുന്നുണ്ട്. ബാക്കി ബ്രാൻഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് എല്ലാവരും ഷവറൊക്കെ പോകാൻ വരുന്നത്. നല്ല ഗ്രിപ്പിംഗ് ടൈലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ ഒരു വീടിന് ഈ ഭാഗത്തായിട്ട് ഒരു ബാൽക്കണിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ബാൽക്കണിയും കൂടെ കാണാം. കണ്ടോ, ഇതാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുള്ളത്. ഒരു 10x4 ഡയമെൻഷനിൽ ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു റൂമിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഭാഗത്താണ് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത് 16x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്കിവിടെ മുകളിൽ സീലിങ്ങിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ചുമരിൽ നമുക്കൊരു ആർട്ട് വർക്കും സംഭവം ചെയ്തിട്ടുണ്ടോ. ഒരു യെല്ലോ കളർ തീമിലുള്ള ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് കണ്ടോ, വേറൊരു പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. ഡിസൈൻ സെയിം ആണ്. അതിൽ കൊടുത്തേക്കുന്ന നമുക്ക് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് വേറൊരു ഡിസൈനാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്ന ഫ്രെയിം എല്ലാം തന്നെ സെയിം ആണ് വരുന്നത്. മെറ്റീരിയലെല്ലാം നമുക്കിവിടെ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ലാമിനേറ്റ് ചെയ്ത സംഭവം മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. ഇത് വേറൊരു ഡിസൈനാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബാക്കി സെയിം തന്നെയാണ്. അവിടെ ഒരു മിറർ എല്ലാ സംഭവവും ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ്. അപ്പോൾ നമുക്ക് അകത്ത് വരുമ്പോൾ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ടൈലിംഗ് എല്ലാം ഈ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു മിറർ, ബാക്കി സിങ്ക് വരുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ ബ്രാൻഡ് ഫിറ്റിങ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേസും നമുക്ക് ഈ ഒരു ബാത്റൂമിനുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിലെ ലാസ്റ്റത്തെ ബെഡ്റൂം, നമുക്ക് 4th ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ആ ഒരു ബെഡ്റൂം കൂടെ നോക്കാം. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത് 14x10 ഡയമെൻഷനിലുള്ളതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് ചുമരിൽ നമ്മൾ അപ്പുറത്ത് കണ്ടാതെ ഒരു യെല്ലോ പെൻസിലുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഒരു 3 ഡോർ വരുന്നത്. കുറച്ച് വലിയൊരു വാർഡ്രോബാണ് വരുന്നത്. 3 ഡോർ വരുന്ന കുറച്ച് വലിപ്പമുള്ള ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇത് ബോർഡ് വർക്ക് ചെയ്യാനാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് എവിടെയാണ് മിറർ കൊടുത്ത് നമുക്ക് മുഖം നോക്കാനൊക്കെ ഉള്ളൊരു അകത്ത് താഴെ സ്റ്റോറേജ് സ്പേസൊക്കെ വന്ന് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് തൊട്ടിപ്പുറത്താണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെ കൊടുത്തിട്ടുള്ളത്. താഴെ ഗ്രിപ്പിംഗ് ടൈലാണ്. സൈഡ് ഫുള്ള് നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിററൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്.
പിന്നെ നമുക്കിവിടെ ആയിട്ട് ഒരു ബാൽക്കണി ഈ ഏരിയ വരുന്നുണ്ട്. അപ്പം ബാൽക്കണികളെ കാണാം. നമുക്ക് 10x8 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ഊഞ്ഞാൽ പോലത്തെ ഒരു സംഭവം കൂടെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി ഏരിയയും കൂടെ വരുന്നത്. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഹോം ലോണിനാണ് നിങ്ങൾ വീട് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 93 ലക്ഷമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ 50 ലക്ഷത്തിന് താഴെ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടായാലും നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആയിട്ടുള്ള വീട് കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു പുതിയ വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.